ഇപ്പോൾ ഞാൻ നമ്മുടെ വറവ് കറിയിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഹായ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാം, ചപ്പാത്തിയുടെ കൂടെ കഴിക്കാം, അതുപോലെ തന്നെ അപ്പത്തിൻ്റെ കൂടെ കഴിക്കാം, ഇടിയപ്പത്തിൻ്റെ കൂടെ കഴിക്കാം. എല്ലാ സമയത്തും രാവിലെയും ഉച്ചയ്ക്കും രാത്രിയും എല്ലാം നമ്മൾ ഉണ്ടാക്കുന്ന മെയിൻ ഡിഷിൻ്റെ കൂടെ സൈഡ് ഡിഷായിട്ട് കഴിക്കാൻ പറ്റുന്ന റെസിപ്പിയാണ് നമ്മുടെ പൊട്ടറ്റോ കറി. അപ്പോൾ നിങ്ങൾ ഈ രീതിയിൽ പൊട്ടറ്റോ കറി ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും ട്രൈ ചെയ്തോളൂ കേട്ടോ. എല്ലാത്തിൻ്റെയും കൂടെ നമുക്ക് സൈഡ് ഡിഷായിട്ട് കഴിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് നമ്മുടെ പൊട്ടറ്റോ കറി തയ്യാറാക്കുന്നത് നോക്കാം. നമുക്ക് നമ്മുടെ ഇൻഗ്രീഡിയൻസ് നോക്കാം. ഞാനിപ്പോൾ ഇത്രയും വലിപ്പമുള്ള, അത്യാവശ്യം വലിപ്പമുള്ള 3 ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് ആണ് കേട്ടോ ബാക്കിയെല്ലാം പറയുന്നത്. ഈ ഒരു മീഡിയം വലിപ്പമുള്ള ഒരു സവോളയും പിന്നെ ഒരു ചെറിയ സവോള എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ വലിയ സവോളയാണെങ്കിൽ ഒരെണ്ണം എടുക്കുക, മീഡിയം വലിപ്പമുള്ള സവോളയാണെങ്കിൽ ഇതുപോലെ 1.5 1.25 എടുക്കാം, കുഴപ്പമില്ല. പിന്നെ നല്ല എരിവുള്ള പച്ചമുളകാണെങ്കിൽ ഒരെണ്ണം എടുക്കുക, എരിവ് കുറഞ്ഞ പച്ചമുളകാണെങ്കിൽ 2 എടുക്കുക. ഒരു ചെറിയ പീസ് ഇഞ്ചി എടുത്തിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് ചെറിയ പുളി ആവശ്യമാണെങ്കിൽ ഒരു തക്കാളിയുടെ പകുതി ചേർക്കാം. ഞാൻ ഇങ്ങനെയുള്ള കറികളിൽ തക്കാളി ചേർക്കാറില്ല, പൊട്ടറ്റോ കറിയിൽ. അപ്പോൾ തക്കാളി ആവശ്യമാണെങ്കിൽ മാത്രം ഒരു തക്കാളിയുടെ പകുതി എടുക്കാം. പിന്നെ ഒരു 1/4 കപ്പ് തേങ്ങ ചിരവിയതെടുത്തിട്ടുണ്ട്. പിന്നീടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പുറകെ പറയാം. അപ്പോൾ ആദ്യം നമുക്ക് ഈ ഉരുളക്കിഴങ്ങൊക്കെ ഒന്ന് കുക്ക് ചെയ്യാൻ വയ്ക്കണം. അതിന് ഉരുളക്കിഴങ്ങ് കുറച്ച് വലിയ പീസുകളായിട്ട് കട്ട് ചെയ്യണം, സവോളയും കുറച്ച് വലിയ പീസുകളായിട്ട് കട്ട് ചെയ്യണം, ഇഞ്ചി ഒന്ന് ചതച്ചെടുക്കണം. ഈ കറിയിൽ വെളുത്തുള്ളി ചേർക്കില്ല കേട്ടോ. വെളുത്തുള്ളി ചേർക്കണമെങ്കിൽ ചേർക്കാം, പക്ഷെ ചേർക്കാതെ ചെയ്യാണ് കൂടുതൽ ബെറ്റർ ആയിട്ടുള്ളത്. ചേർക്കുകയാണെങ്കിൽ ഒരു 3 അല്ലി വെളുത്തുള്ളി ഇഞ്ചിയുടെ കൂടെ തന്നെ ചതച്ചിട്ട് ചേർക്കാം. അപ്പോൾ ഞാൻ ആദ്യം ഇതൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കട്ടെ. അപ്പോൾ നമ്മൾ നമ്മുടെ വെജിറ്റബിൾസൊക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഉരുളക്കിഴങ്ങ് ഇതുപോലെ വലിയ പീസുകളായിട്ടാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അതുപോലെ കുറച്ച് തിക്കായിട്ടാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. നീളത്തിൽ കട്ട് ചെയ്തിട്ടൊന്ന് കുറുകെ കട്ട് ചെയ്തെടുത്തു. ഇഞ്ചി ചതച്ചെടുത്തിട്ടുണ്ട്, പച്ചമുളക് സ്പ്ലിറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പൊടികളൊക്കെ ഒന്ന് ചൂടാക്കി എടുക്കണം. അതിനുശേഷം വേണം നമുക്ക് കുക്കറിലേക്ക് മാറ്റാനായിട്ട്. അപ്പോൾ പൊടികളൊന്ന് ചൂടാക്കി എടുക്കാം. അപ്പോൾ നമ്മളൊരു പാൻ വെച്ചിട്ടുണ്ട്. പാൻ ഫ്ലെയിം കുറച്ചാണ് ഞാൻ വെച്ചിരിക്കുന്നത്. ഇതിലേക്കൊരു 2-2.5 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർക്കാം. ടീസ്പൂൺ ആണ് കേട്ടോ, ടേബിൾ സ്പൂൺ അല്ല. അതുപോലെ തന്നെ കാശ്മീരി ചില്ലി പൗഡറാണ് ചേർക്കുന്നത്. 1.5 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇത്രയും കാര്യങ്ങൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് ചൂടാക്കിയെടുക്കുക, കരിഞ്ഞു പോകരുത്. അതുകൊണ്ടാണ് പാൻ അധികം ചൂടാവുന്നതിന് മുന്നേ നമ്മൾ പൊടികൾ ചേർക്കുന്നത്. ഈ ഒരു സമയത്ത് തന്നെ നമ്മൾ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം ചൂടാക്കാൻ വെക്കുക. ചൂടുവെള്ളത്തിലാണ് നമ്മൾ ഈ ഒരു പൊടികളെല്ലാം ചേർത്തിട്ട് നമ്മുടെ വെജിറ്റബിൾസ് കുക്ക് ചെയ്യാൻ പോകുന്നത്. പച്ചവെള്ളത്തിൽ കുക്ക് ചെയ്യരുത്. അപ്പോൾ ചൂടുവെള്ളവും കൂടി അടുപ്പിച്ച് വെക്കുക. അപ്പോൾ നമ്മുടെ പൊടികൾ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമ്മൾ കുക്കറിലേക്ക് എല്ലാ കാര്യങ്ങളും ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മൾ കുക്കർ എടുത്തിട്ടുണ്ട്. കുക്കറിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ്, നിങ്ങൾ തക്കാളി ചേർക്കുന്നുണ്ടെങ്കിൽ തക്കാളിയും കുറച്ച് വലിയ പീസുകളായിട്ട് കട്ട് ചെയ്തിട്ട് ഈ ഉരുളക്കിഴങ്ങിൻ്റെ ഒക്കെ കൂടെ തന്നെ ചേർക്കാം കേട്ടോ. പിന്നെ നമ്മുടെ സവോള, അതുപോലെ തന്നെ നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി, പിന്നെ പച്ചമുളക് ചതച്ച് ചേർക്കരുത്, ഇതുപോലെ സ്പ്ലിറ്റ് ചെയ്ത് ചേർക്കുക. പിന്നെ നമ്മൾ ചൂടാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ മസാലപ്പൊടികൾ, ഇതിൻ്റെ കൂടെ ഈ ഒരു വെജിറ്റബിൾസിനെല്ലാം ആവശ്യമായിട്ടുള്ള ഉപ്പ്. പിന്നെ നമ്മൾ ചേർക്കുന്നത് കുറച്ച് കറിവേപ്പില. ഇനി ഇതിൻ്റെ മുകളിൽ നിൽക്കുന്ന അളവിൽ വെള്ളം ചേർത്ത് കൊടുക്കുക, ചൂടുവെള്ളം ഞാൻ പറഞ്ഞതുപോലെ. പൊടിയൊക്കെ നമ്മൾ ചൂടാക്കി ചേർത്തതുകൊണ്ടാണ് ചൂടുവെള്ളം തന്നെ ചേർക്കാമെന്ന് പറയുന്നത്. ഇനിയിപ്പോൾ നമുക്ക് കുക്കർ അടച്ചിട്ട് ഒരു 3 വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കാം. അപ്പോൾ ഇത് കുക്കറിൽ ഈ വെജിറ്റബിൾസ് വേവുന്ന സമയത്ത് നമുക്ക് നമ്മുടെ തേങ്ങ വറുത്തെടുക്കാം. ഇപ്പോൾ നമ്മൾ ചീനച്ചട്ടി വെച്ചിട്ടുണ്ട് തേങ്ങ വറുത്തെടുക്കാനായിട്ട്. ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന തേങ്ങ ചേർക്കുക. തേങ്ങയുടെ കൂടെ തന്നെ ഒരു 1/4 ടീസ്പൂൺ ചെറിയ ജീരകം, നമ്മുടെ ക്യുമിൻ സീഡ്സ്, 1/4 ടേബിൾ സ്പൂൺ പെരിഞ്ജീരകം, ടേബിൾ സ്പൂൺ ആണ് കേട്ടോ, ടീസ്പൂൺ അല്ല. 1 ടീസ്പൂൺ കുരുമുളക്. ഇത്രയും ചേർത്തിട്ട് ഇതിലേക്ക് നമ്മൾ വെളിച്ചെണ്ണ തന്നെ ചേർക്കുക. കുറച്ച് വെളിച്ചെണ്ണയും കൂടി ചേർത്തിട്ട് തേങ്ങയുടെ കളറ് നന്നായിട്ട് ബ്രൗൺ ആയി വരുന്നത് വരെ ഇളക്കി ഒന്ന് വറുത്തെടുക്കുക. അപ്പോൾ തേങ്ങയുടെ കളറും മാറി വരട്ടെ, നമ്മുടെ കുക്കറിലുള്ള വെജിറ്റബിൾസും കുക്കായി വരട്ടെ. അപ്പോൾ നമ്മുടെ തേങ്ങയുടെ കളറ് നന്നായിട്ട് മാറി വന്നിട്ടുണ്ട്. ഇത്രയും മതി. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് വയ്ക്കാം. ചൂട് നന്നായിട്ട് മാറി കഴിഞ്ഞിട്ട് കുറച്ച് വെള്ളം ചേർത്ത് അരച്ചെടുക്കാം. ഒരുപാട് ലൂസായിട്ടുള്ള ഗ്രേവി ആയിട്ട് അരയ്ക്കേണ്ട, കുറച്ച് തിക്കായിട്ട് അരയ്ക്കാം കേട്ടോ. എന്താണെന്ന് വെച്ചാൽ നമുക്കിത് ഒരുപാട് ലൂസായിട്ടുള്ള ഗ്രേവി ആയിട്ടുള്ള കറിയല്ല. നിങ്ങൾക്ക് കുറച്ച് ലൂസായിട്ടുള്ള ഗ്രേവി ആയിട്ട് മതി എന്നുണ്ടെങ്കിൽ വെള്ളം കൂടുതൽ ചേർത്ത് അരയ്ക്കുക. ഞാനിപ്പോൾ
കുറച്ച് വെള്ളത്തിലാണ് അരച്ചെടുക്കാൻ പോകുന്നത്. അപ്പോൾ ഇനി ചൂട് മാറിയിട്ട് നമുക്ക് അരച്ചെടുക്കാം. നമ്മുടെ കുക്കറും 3 വിസിൽ വന്നിട്ടുണ്ട്. അപ്പോൾ പ്രഷർ പോയി കഴിഞ്ഞിട്ട് കുക്കറും തുറക്കാം. അപ്പോൾ നമ്മുടെ കുക്കറിൻ്റെ പ്രഷറൊക്കെ പോയിട്ടുണ്ട്. നമുക്ക് തുറക്കാം. ഇത് കണ്ടോ, നമ്മുടെ വെജിറ്റബിൾസ് ഒക്കെ കുക്കായി അത്യാവശ്യത്തിന് വെള്ളമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഒരുപാട് വെള്ളത്തിൽ അരയ്ക്കണ്ടെന്ന് പറഞ്ഞത്. അപ്പോൾ എൻ്റെ കുക്കർ ചെറിയ കുക്കറായതുകൊണ്ട് ഞാൻ വേറൊരു ചട്ടിയിലേക്ക് ഈ വെജിറ്റബിൾസ് കുക്കായത് മാറ്റാണ്. എന്താണെന്ന് വെച്ചാൽ നമുക്ക് അരപ്പൊക്കെ ചേർത്ത് ഇളക്കാൻ ബുദ്ധിമുട്ടായിരിക്കുമല്ലോ ചെറിയ കുക്കറിൽ. നിങ്ങൾ വലിയ കുക്കറിലാണ് വയ്ക്കുന്നതെങ്കിൽ ആ ഒരു കുക്കറിലേക്ക് ഞാൻ അരപ്പ് ചേർത്താൽ മതി. ഇപ്പോൾ ഞാൻ ചട്ടിയിലേക്ക് കറി മാറ്റിയിട്ട് കറി തിളച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി നമുക്ക് അരപ്പ് ചേർക്കാം. അരപ്പ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യാം. അപ്പോൾ ഞാൻ അരപ്പ് ചേർത്ത് കഴിഞ്ഞിട്ട് വെള്ളം ചേർക്കുന്നില്ല കേട്ടോ. ആവശ്യത്തിന് ഗ്രേവി ഉണ്ടല്ലോ, അതുകൊണ്ടാണ് ഞാൻ വെള്ളം ചേർക്കുന്നില്ല എന്ന് പറഞ്ഞത്. ഇനിയിപ്പോൾ അരപ്പ് ചേർന്നിട്ട് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. അതിനുശേഷം നമുക്കിതിലേക്ക് ഉപ്പൊക്കെ ചെക്ക് ചെയ്തതിന് ശേഷം വറവ് ചേർത്ത് കൊടുക്കാം. വറവ് ചേർക്കുമ്പോൾ 1-2 കാര്യങ്ങളും കൂടി ആഡ് ചെയ്യണം. അപ്പോൾ നമുക്ക് തിളച്ച് കഴിയുമ്പോൾ ഉപ്പും എരിവും ഒക്കെ ചെക്ക് ചെയ്തിട്ട് എരിവ് കുറവാണെങ്കിൽ കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ തിളയ്ക്കട്ടെ. ഇപ്പോൾ നമ്മുടെ കറി നന്നായിട്ട് തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ കുറച്ച് ലൂസായിട്ടുള്ള ഗ്രേവിയാണ്. ഇത് ചൂട് മാറി വരുമ്പോൾ ഈ ചട്ടിയുടെ ചൂടിലും കൂടി ഇരുന്ന് കഴിയുമ്പോൾ ഒന്നുകൂടി ഒന്ന് കുറുകി വരും. ഞാനിപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യാണ്. ഇനി നമുക്കിതിലേക്ക് വറവിടാനുള്ള കാര്യങ്ങൾ നോക്കാം. അപ്പോൾ ഞാൻ വേറെ പാൻ വെച്ചിട്ടുണ്ട്. പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒന്ന് നന്നായിട്ട് ചൂടായി വരട്ടെ. അപ്പോൾ നമ്മുടെ വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. നമുക്കിതിലേക്ക് കടുക് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ കടുക്. കടുക് പൊട്ടിക്കഴിയുമ്പോൾ ഞാനൊരു 4-5 ഉള്ളി റൗണ്ടിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഉള്ളി ഒന്ന് കുക്കായി വരുമ്പോൾ നമുക്ക് ബാക്കിയുള്ള ഓരോരോ ഇൻഗ്രീഡിയൻസ് ആയിട്ട് ചേർത്ത് കൊടുക്കാം. ഉള്ളി ഒന്ന് കളർ ചേഞ്ചായി തുടങ്ങട്ടെ. ഉള്ളിക്ക് പകരം സവോള ചേർക്കരുത് കേട്ടോ. ഉള്ളി തന്നെ ചേർത്താലേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഉള്ളിയുടെ കൂടെ തന്നെ നമുക്ക് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഉള്ളിയുടെ കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. നമുക്ക് വറ്റൽമുളക് ചേർക്കാം. ഒരു 3 വറ്റൽമുളക് ഞാനിപ്പോൾ ചേർത്തിട്ടുണ്ട്. വറ്റൽമുളകും കൂടി ചേർത്തിട്ട് ഒന്നും കൂടി കുക്കായി വരുമ്പോൾ നമുക്ക് വീണ്ടും അടുത്ത ഇൻഗ്രീഡിയൻസ് ചേർക്കാം. ഇതിൽ കുറച്ച് ഇൻഗ്രീഡിയൻസ് ചേർക്കാനുണ്ട് കേട്ടോ. അപ്പോൾ വറ്റൽമുളകും കുക്കായി തുടങ്ങിയിട്ടുണ്ട്. ഞാൻ ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാണ്. ഇനിയാണ് ഇതിലേക്ക് വേറെ 2 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ചേർക്കുന്നത്. അത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് തന്നെ ചേർക്കുക. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ. ഇത് രണ്ടും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് നമുക്ക് നമ്മുടെ കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് മാത്രം ഈ 2 പൊടികളും ചേർക്കുക, ഇല്ലെങ്കിൽ കരിഞ്ഞു പോകും. ഇപ്പോൾ ഞാൻ നമ്മുടെ വറവ് കറിയിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇത് നമ്മൾ കറി സെർവ് ചെയ്യുന്ന സമയത്ത് മാത്രം ഇളക്കി മിക്സ് ചെയ്യുക. അതിനുശേഷം സെർവ് ചെയ്യുക. നന്നായിട്ട് ചൂട് മാറിയിട്ട് മാത്രം ഇങ്ങനെയുള്ള കറികളൊക്കെ സെർവ് ചെയ്യുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറന്നു പോരുത്. അതുപോലെ തന്നെ നിങ്ങൾ ഉണ്ടാക്കി കഴിച്ചിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറന്നു പോരുത്. എന്തിൻ്റെ കൂടെയാണോ നിങ്ങൾക്ക് ഇഷ്ടമായതെന്നുള്ളത്, അപ്പത്തിൻ്റെ കൂടെയാണോ, ചോറിൻ്റെ കൂടെയാണോ, ചപ്പാത്തിയുടെ കൂടെയാണോ, എന്തിൻ്റെ കൂടെയാണോ നിങ്ങൾക്ക് കൂടുതൽ ഇഷ്ടമായതെന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ അടുത്തൊരു വീഡിയോയുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം.